നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും വിജയിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. നിരാശപ്പെട്ട് ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഇൻസ്പിറേഷൻ എങ്കിലും, ചെറിയ രീതിയിലുള്ള ഒരു സ്പാർക്കെങ്കിലും നൽകാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തു. അത് കണ്ട ആളുകളിൽ പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഒന്നിനും ഒരു ഉഷാറില്ല, ഒന്നിനും ഒരു പ്രതീക്ഷയില്ല, എല്ലാം നിരാശപ്പെട്ട രീതിയിൽ അവർ സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ നിരാശ ബാധിക്കുന്നത് നമ്മുടെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എല്ലാറ്റിലും പരാജയപ്പെട്ടു, ഒരു വിജയവും കണ്ടെത്താൻ കഴിഞ്ഞില്ല, എന്നെ കൊണ്ടൊന്നും ഇത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല, എനിക്ക് ഭാഗ്യമില്ലാത്ത ആളാണ് എന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെട്ടു നിൽക്കുന്ന ആളുകളാവും പലരും. മറ്റു ചിലർ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് അതിന്റെ പേരിൽ നിരാശപ്പെട്ടു നിൽക്കുന്ന ആളുകളുണ്ടാകും. സാമ്പത്തികമായ പരാധീനത കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ശാരീരികമായ പരാധീനതകളെ കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഏകനാണ് ഞാൻ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്ന ലോൺലിനെസ് ഫീലിംഗ് കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാകും. പ്രായം കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഇനി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഇനി കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന ഈ സമയത്താണോ ഞാൻ ഇതൊക്കെ തുടങ്ങുന്നതും ചിന്തിക്കുന്നതും എന്ന് ആലോചിച്ച് നിരാശപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നാം സാഹചര്യങ്ങളെ പഴിച്ച് കാലം കഴിച്ചു കൂട്ടാതെ നമ്മളൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്ന ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം ആളുകൾക്ക് പ്രചോദനമാകുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് റിയൽ സ്റ്റോറീസ് പറയാം. വിജയിച്ചവരുടെ കഥ കേൾക്കുന്നതും അവരുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ നാം അറിയുന്നതും നമുക്കൊരു പ്രചോദനമാകും. കാരണം നമ്മൾ വിജയിച്ച ആളുകളെ നാം സ്വാഭാവികമായി നാട്ടുകാർ പറയാറുള്ളത്, അവൻ വലിയ ഭാഗ്യം ചെയ്ത ആളാണ്, അവന്റെ ഭാഗ്യം കൊണ്ട് നേടിയെടുത്തു എന്നൊക്കെയാണ്. എന്നാൽ അവരോട് ചോദിച്ചാലേ അറിയൂ, ഉറക്കമില്ലാത്ത രാത്രികളും കഠിനമായ പ്രയത്നങ്ങളും ഒരുപാട് റിജക്ഷനുകളും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടാണ്, അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട്, അതിനെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ഇന്നവർ കാണുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമ്പത്തികമായ പ്രശ്നമാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ദാരിദ്ര്യമാണ് എങ്കിൽ, അതുമൂലമാണ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു എങ്കിൽ, നമ്മുടെ മുന്നിൽ ധാരാളം കഥകളുണ്ട്, ധാരാളം സ്റ്റോറികളുണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. വെറും സീറോയിൽ നിന്ന് ഹീറോ ആയ ആളുകൾ, ഒരു സാമ്പത്തികമായ ഒരു സാഹചര്യവും പശ്ചാത്തലവും ഇല്ലാതെ ലോകത്തിന്റെ സമ്പന്ന നെറുകയിലേക്ക് പോയ ആളുകൾ. നമുക്കെല്ലാം പരിചയമുള്ള, കേട്ടിട്ടുള്ള ഒരാളാണ് ധീരുഭായ് അംബാനി എന്നത്. അദ്ദേഹം യമനിലെ ഒരു കുഗ്രാമത്തിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ അറ്റൻഡറായി നിന്നുകൊണ്ട്, അഥവാ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായി പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആള് മുതൽ പിന്നീട് ഓയിൽ കമ്പനിയിലെ ക്ലർക്കായി ഒക്കെ ജീവിതം തുടങ്ങുകയും ഇന്ന് ധാരാളം ബിസിനസ്സുകളുടെ ഉടമസ്ഥനായി ലോകത്തെ നമ്പർ 1 ധനാഢ്യരുടെ കൂട്ടത്തിലെത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിന്റെ മുതലാളി, അതിന്റെ കോ-ഫൗണ്ടറും സിഇഒയുമായ ആൾ, അദ്ദേഹം തന്റെ അമ്മയെ നോക്കുന്നതിന് വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലെ ഒരു ഗ്രോസറിയിലെ ക്ലീനിങ് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ നാം ഏതു സാഹചര്യത്തിലാണ് എങ്കിലും, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ് എങ്കിലും, നമുക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും. ലോകത്ത് തന്നെ എണ്ണപ്പെട്ട ആളായി മാറാൻ കഴിയും എന്നതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളിൽ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നതും പരിചിതവുമായ 2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ സമ്പത്തല്ല, ശാരീരിക പരിമിതികളാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, നമ്മുടെ നിരാശക്കു കാരണമെങ്കിൽ നാം ഒരു കഥ കേൾക്കേണ്ടതുണ്ട്. ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വോളിബോൾ പ്ലെയർ, ഒരു പെൺകുട്ടി
2-3 കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുകയും അവരെ റോബറി ചെയ്യാൻ ശ്രമിച്ച ആ കള്ളന്മാരോട് പൊരുതി നിന്നതിന്റെ പേരിൽ, പ്രതിരോധം തീർത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ആ കള്ളന്മാർ ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഓപ്പോസിറ്റ് വന്നിരുന്ന ഒരു ട്രെയിൻ തട്ടി അവരുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. എല്ലാ പ്രതീക്ഷയും തകർന്നു. ഒരു കായിക താരത്തിന് തന്റെ കാല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക? അവരുടെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു. നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു കായിക താരമായി വളരാൻ ആഗ്രഹിച്ച അവർ, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്ന അവർ, തന്റെ കാലിന്റെ മുട്ടിന് താഴെ നഷ്ടപ്പെട്ടത് ആലോചിച്ചുകൊണ്ട് നിരാശപ്പെട്ട് കിടന്നു. മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭ്രാന്തയിൽ ഒരു ട്രോളിയിൽ കിടന്നുകൊണ്ട് CNN റിപ്പോർട്ടറോട് ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. ഒരു നാഷണൽ ലെവലിലുള്ള ഒരു കായിക താരമായി ഉയരാൻ ആഗ്രഹിച്ചിരുന്ന എന്റെ കാലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു കായിക താരം എന്ന രീതിയിൽ എനിക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്ന്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്നുകൊണ്ട് ആശയോടെ നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് എന്ന മനുഷ്യന്റെ കഥ അവരുടെ മുന്നിലെത്തുകയും അവരെ നാം അറിയുന്നത് ക്രിക്കറ്റ് താരം എന്നതിലുപരി ക്യാൻസറിനെ തന്റെ ഇച്ഛാശക്തി കൊണ്ട്, തന്റെ വിൽ പവർ കൊണ്ട് ക്യാൻസറിനെ കീഴ്പ്പെടുത്തിയ വ്യക്തി എന്ന നിലക്ക് ആ ഇന്റർവ്യൂവും മറ്റു പല TV ഷോകളും കാണുന്നതിനിടയിൽ ഈ കുട്ടി ഒരു തീരുമാനമെടുത്തു. എന്റെ എല്ലാ നഷ്ടങ്ങളെയും തിരിച്ചു പിടിക്കണമെന്നും കീഴടക്കണമെന്നുമൊക്കെയുള്ള ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ വരികയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നത് തന്റെ ഒരു ലക്ഷ്യമായി കാണുകയും ആ ലക്ഷ്യത്തെ സ്വപ്നം കാണുകയും ചെയ്തു. ഒരു വേള നമുക്ക് തോന്നിയേക്കാം, എങ്ങനെയാണ് ഒരു കാലില്ലാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ എവറസ്റ്റിനെ കീഴടക്കാൻ കഴിയുക എന്ന്. ഒരുപാട് ആളുകൾ പരിഹസിച്ചിരിക്കാം, ഒരുപാട് ആളുകൾ വിഡ്ഢിത്തമായ തീരുമാനം ലക്ഷ്യമെന്ന് തോന്നിയേക്കാം, ഒരുപാട് ആളുകൾ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ അവരുടെ അമ്മയുടെ ഒരു പ്രചോദനവും സപ്പോർട്ടും ആ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വ്യക്തമായിട്ടുള്ള പരിചരണവും കാരണം അവർ തന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. രാമകൃഷ്ണ മിഷനിലെ ഒരു സന്യാസിയുടെ സഹായത്തോടെ ഒരു കൃത്രിമക്കാലിനുള്ള ശേഖരണം നടത്തുകയും ഫണ്ട് റൈസിംഗ് നടത്തുകയും അങ്ങനെ ആ കൃത്രിമക്കാല് കൊണ്ട് അവര് കൊടുമുടിയുടെ മുകളിലേക്ക് നടന്നടക്കി ആ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ഭാരതത്തിന്റെ അഭിമാനകരമായ പതാക ഉയർത്തുകയും ചെയ്തു. അരുണിമ സിൻഹയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അന്ന് തന്റെ കാല് നഷ്ടപ്പെട്ടപ്പോ ആ നിരാശാബോധത്തോടു കൂടി എല്ലാം അവസാനിച്ചൊരു ഭാഗത്ത് ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയായി ഒരു റൂമിനകത്ത് ചടഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ അരുണിമ സിൻഹ എന്ന പേര് നമ്മൾ കേൾക്കില്ലായിരുന്നു. അവർക്ക് തന്റെ സ്വപ്നം കൊടുമുടി കീഴടക്കുക, എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിൽ അഭിമാനകരമായ ഭാരതത്തിന്റെ പതാക ഏന്തിക്കൊണ്ട് മുകളിലെത്തുക എന്ന ലക്ഷ്യം അവർക്ക് കരഗതമാക്കാൻ കഴിയില്ലായിരുന്നു. തന്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടും ആ പരാധീനതയും പരിമിതിയെയും മറികടന്ന് അരുണിമ സിൻഹയെ പോലെ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഒരു കോൺഫിഡന്റും വിൽ പവറും നാം സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിരാശയെ മറികടക്കാൻ നമുക്ക് കഴിയും. അതല്ല ലോൺലിനെസ് ആണ്, ആരും കൂടെയില്ല, ആരും സഹായത്തിനില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നാം അറിയേണ്ട മറ്റൊരു കഥയുണ്ട്. ഒരു എഴുത്തുകാരിയുടെ കഥ. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയും 15-ാം വയസ്സിൽ ഒരു അസുഖം വന്ന് തന്റെ ഏക ആശ്രയമായ അമ്മ മരണപ്പെടുകയും ചെയ്തതിന് ശേഷം താൻ എഴുതുന്ന കഥകളും നോവലുകളുമെല്ലാം സാധകർ റിജക്ട് ചെയ്യുകയും പബ്ലിഷേഴ്സ് റിജക്ട് ചെയ്യുകയും അങ്ങനെ നിരാശപ്പെടുകയും ചെയ്ത ഒരു പെൺകുട്ടി, പ്രായത്തിൽ തന്നെ ഒരു കൊച്ചിനെയും സമ്മാനിച്ച് തന്റെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു ചെറുപ്പത്തിലെ വിധവയാക്കപ്പെട്ട ഒരു പെൺകുട്ടി, ഇങ്ങനെ തന്റെ മകളെ നോക്കാൻ നിർവാഹവുമില്ലാതെ ജീവിതത്തിന് തന്റെ ചെറിയ ചെറിയ ജോലികളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സമ്പാദ്യം തികയാതെ വന്നപ്പോ എല്ലാം അവസാനിച്ചു കളയാമെന്ന് കരുതി ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടി. ആശ്വാസം എന്ന രീതിയിൽ താൻ എഴുതുന്ന കഥകളും നോവലുകളുമെല്ലാം വീണ്ടും പല പ്രസാധകർക്കും അയച്ചു കൊടുത്തപ്പോഴും റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. അവസാനം ഒരു പ്രസാധകർ അവരുടെ
നോവൽ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുകയും ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഹാരി പോട്ടർ എന്ന ഒരു കഥാപാത്രത്തെ ലോകത്തിന് സമ്മാനിച്ച J.K. റോളിങ്സിന്റെ കഥയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ, തന്നെ സഹായിക്കാൻ, തന്നെ പ്രചോദിപ്പിക്കാൻ, തന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് കരുതി, തനിക്കൊരു സാഹചര്യവുമില്ല ജീവിക്കാനെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാൻ J.K. റോളിങ്സ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ മനോഹരമായ ഒരുപാട് നോവലുകൾ ലോകത്തിന് സമ്മാനിച്ച ഒരു എഴുത്തുകാരിയെ ലോകത്തിന് ലഭിക്കില്ലായിരുന്നു. മാത്രവുമല്ല, ഹാരി പോട്ടർ എന്ന പോപ്പുലർ ആയിട്ടുള്ള ഈ കഥാപാത്രത്തെയും അങ്ങനെ ആരുമില്ല എന്നതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ J.K. റോളിങ്സിന്റെ ഉള്ളിൽ കത്തിജ്വലിച്ചിരുന്ന പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ മനസ്സിലും ഒരു ഫയറായി രൂപപ്പെടേണ്ടതുണ്ട്. ഇനി ഇതുമല്ല, പ്രായമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എനിക്കിത്രയൊക്കെ പ്രായമായി വാർദ്ധക്യം എന്നെ തേടിയെത്തി, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കഥ കൊളോണൽ ഹാർലാൻഡ് ഡേവിഡിന്റേതാണ്. തന്റെ 65 വയസ്സുവരെ ദരിദ്രനാരായണനായി എന്തൊക്കെയോ ചെയ്ത് ജീവിതം ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കരുതി തനിക്കുള്ളതെല്ലാം വിറ്റുപിറക്കി നാടുവിട്ട അദ്ദേഹം അക്കാലത്ത് ആ പ്രദേശത്ത് പ്രചാരണത്തിൽ വന്നുകൊണ്ടിരുന്ന ഫ്രൈഡ് ചിക്കന്റെ ചെറിയ ഒരു ഷോപ്പ് തുടങ്ങുകയും തന്റെ 65-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ ഫ്രൈഡ് ചിക്കന്റെ ആ ഷോപ്പ് പിന്നീട് വികസിച്ച് ഇന്ന് ലോകമെമ്പാടുമുള്ള, ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള KFCയെ കുറിച്ച്, KFCയുടെ ഓണറിനെ കുറിച്ചുള്ള കഥയാണിത്. തന്റെ 65-ാം വയസ്സുവരെ ജീവിച്ചതുപോലെ തന്നെ ഇനിയുള്ള കുറച്ചു കാലം കൂടി ഇങ്ങനെ കുഴിയിലേക്ക് കാല് നീട്ടുന്നത് വരെ എങ്ങനെയെങ്കിലും കാലം കഴിക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് എങ്കിൽ തന്റെ 88-ാമത്തെ വയസ്സിൽ ലോകത്ത് എണ്ണപ്പെട്ട ധനാഢ്യരിൽ ഒരാളായി ഈ KFC എന്ന ബ്രാൻഡ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലാക്കുക, പ്രായവും സാമ്പത്തിക അവസ്ഥയും ശാരീരിക അവസ്ഥയും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒറ്റപ്പെടലും ഒന്നും തന്നെ നിരാശപ്പെടാൻ ഒരു കാരണവുമല്ല. അതിനൊക്കെ അപ്പുറത്ത് നാം പ്രവർത്തിച്ചു തുടങ്ങുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാനാണ് സമയം. സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയാൽ പിന്നെ മുന്നോട്ടു പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടു കിടക്കാതെ, സാഹചര്യങ്ങളെ പഴിച്ചു കാലം കഴിക്കാതെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.